കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ ജയോത്സകരമായി നടത്തി. Past 1 week, God has, hallelujah, guided us victorious all throughout the week. പലരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, എന്നാൽ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ നമ്മുടെ കർത്താവ് നമ്മളെ വീണ്ടും കൂട്ടി വരുത്തിയതിനെ ഓർത്ത് കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. Many of them moved away from this world, but God, the one who has never changed his word, has brought us back again in his presence in this morning. ഹല്ലേലൂയ. Hallelujah. കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ വീണ്ടും തുറന്നു. കുഞ്ഞുങ്ങളെല്ലാം ദൈവം അതിശക്തമായി ഹല്ലേലൂയ അവന്റെ കൃപയിൽ നിറച്ച് കാത്തു പരിപാലിച്ച ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞത്. Kids have gone back to the schools and God has blessed each and every children to go back to school without any problems. It was a blessing that God has guided us without any difficulty all throughout the week. Hallelujah. Hallelujah. പുതിയ ചില മുഖങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. It's very happy to see a new face in the midst of us. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. We welcome you, brother, and God bless you abundantly. എല്ലാവരോടും ഒരിക്കലൂടെ ഓർമ്മിപ്പിക്കുന്നു, അടുത്ത വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഉപവാസ പ്രാർത്ഥനയിലാണ് കഴിയുന്നതും ആളുകൾ കടന്നു വരണം. Once again, I remind you that the next Friday, Saturday and Sunday, we are going to be on a fasting prayer. We will be starting from 10 o'clock in the morning till 6 o'clock. Those who are able to make it, please come along and come to the church and we will be praying together. ചർച്ചായിട്ട് ഫാസ്റ്റിംഗ് പ്രയർ എടുക്കുക എന്നുള്ളത് ഒരു ആവശ്യമല്ല, അതൊരു അത്യാവശ്യം തന്നെയാണ്. It is very important and vital that to be in presence of the Lord and fast and pray as in church, as a unity in church. കാരണം എന്തെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്ക് ഇപ്രകാരമാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് പൂത്ത് പുറത്താക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, എന്തുകൊണ്ട് എനിക്കിത് കഴിഞ്ഞില്ല എന്ന്. When his disciples came to Jesus and asked, why didn't we able to cast out the demons from the body? അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസം കൊണ്ടത്രേ അത് കഴിയാത്തത് എന്ന്. And Jesus said to them, just because of your unbelief, non-belief, that is making you that not able to do that. എന്നാൽ അതിന്റെ തൊട്ടടുത്ത വാക്യമായിട്ട് അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി മാറിപ്പോകത്തില്ല. But the next verse in the scripture says that without the prayer and fasting, whatever the troubles, whatever the obstacles on our way, it will never be moved out. എന്താണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും നീങ്ങി പോകാത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. So we need to think about it. What is not able to move out without the prayer and fasting? ഡീമൺ സ്പിരിറ്റ് ആണോ? അല്ല. Are we talking about the spirit of evil? അല്ല, ഡീമൺ സ്പിരിറ്റ് അല്ല പ്രാർത്ഥനയാലും ഉപവാസത്താലും നീങ്ങി പോകാതിരിക്കുന്നത്. It's not that the demon spirit that are not able to move out. നിന്റെ അവിശ്വാസത്തെ മാറ്റണമെങ്കിൽ ഒരു പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ്. For your unbelief to move out and make you to be faithful in the presence of the Lord, you need prayer and fasting. കാരണം പിശാചിന്റെ സകല അധികാരത്തെയും അവൻ കാൽവറിയിൽ താഴെ വെപ്പിച്ചതത്രേ. Amen. Because when I say this, he had done this once for all on the cross to cancel all the demonic activities on this earth. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കോട്ടങ്ങൾക്ക് കാരണം അവിശ്വാസം എന്ന് തന്നെ വചനം പറയുന്നു. But if you are going through any sort of problems in your life, in current life, it is nothing other than your unbelief. ഇനിയുള്ള അടുത്ത 2-3 ആഴ്ചകൾ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് എങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. Hallelujah. So coming days and coming weeks, we are going to think about how do we receive the promises that God has given for us. ദൈവം നമുക്ക് ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ തന്നിട്ടില്ലേ? God has given us the promises, and isn't he? നമുക്ക് 1-2 വാഗ്ദത്തങ്ങളല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. It's not 1 or 2 promises that he had given to us. ചിലർ പറഞ്ഞത് ഇപ്രകാരം കേൾക്കാറുണ്ട്, ഓ ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേക തലത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചതായിട്ട് എനിക്കൊരു പ്രോമിസ് ഉണ്ട് എന്ന്. Some people say that God has separated me for the ministry, that I know that in spirit, and that is one of the promise. ചിലർ പറയാറുണ്ട് ഒരു ഭവനം ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ് എനിക്ക് എന്ന്. And many other people say that the house on this earth is a promise for me in Christ. ചിലര് പറയാറുണ്ട് ഒരു നല്ലൊരു അധികാര തലത്തിൽ എനിക്കൊരു പ്രോമിസ് കിട്ടിയിട്ടുണ്ട് എന്ന്. Some people say that I have got a promise in authoritative way. Hallelujah.
എന്നാൽ പ്രിയ ദൈവ പൈതലെ, ഈ ഒന്നോ രണ്ടോ വിരലിലെണ്ണാവുന്ന ഒരു പ്രോമിസ് അല്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. Hallelujah. Dear brothers and sisters, it's not only a couple of promises that he had made for you. There are numerous, countless promises that he had kept for you. നിങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നൽകുവാൻ കഴിയുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പ്രോമിസുകൾക്ക്. Your parents on this earth, your friends on this earth, on your siblings on this earth, there are limitations for them to give you something in this earth. എന്നാൽ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് പുസ്തകം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. But when you read from book of Genesis to Revelation, you can see very clearly something. അതില് 5467 പ്രോമിസുകൾ എനിക്കും നിങ്ങൾക്കുമായി ദൈവം ഒരുക്കിയിട്ടുണ്ട് അത്രേ. There are 5467 promises God has written in the book of Bible. ഒരു വർഷം എത്ര ദിവസമുണ്ട്? How many days are there in a year? 365 അല്ലേ? It's only 365 days. ഹല്ലേലൂയ. Hallelujah. മാക്സിമം 365 എന്നാണ് കാണിക്കുന്നത്. So it says that 365. ഓരോ ദിവസം ഓരോ പ്രോമിസുകൾ എടുത്താലും 365 മാക്സിമം പ്രോമിസുകൾ നമുക്ക് ആവശ്യമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ So വേണമെങ്കിൽ. there are only 365 days. The promises are required for our life because only 365 days are in a year. എന്നാൽ 5467 പ്രോമിസുകൾ ദൈവം എനിക്കും നിനക്കുമായി വചനത്തിലൂടെ ഉറപ്പിച്ചിരിക്കുന്നു. Amen. Hallelujah. But God has gifted us with the 5467 promises throughout the scripture, and it has kept for you and me. എന്നാൽ അതിൽ ഏറ്റവും ചെറിയ നിസ്സാരമായ ചില പ്രോമിസുകൾക്ക് വേണ്ടിയും ആളുകൾ കൈകാലിട്ട് അടിക്കുന്ന ദിനങ്ങൾ അത്ര ഇന്ന്. But there are some promises that are very easy to achieve, but we are still struggling to receive it for some reason. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിന്റെ അവിശ്വാസം തന്നെ അത്രേ. It's nothing other than your unbelief is blocking your promises to be delivered. കാരണം ദൈവവചനം വ്യക്തമായി വാഗ്ദത്തം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിലെ ദൈവത്തിന്റെ ഓരോ വാഗ്ദത്തങ്ങളും ഓരോ വചനങ്ങളും yes and amen എന്ന് തന്നെ അത്രേ. Because the word is giving us the assurance that everything that is written in the Bible, every promises that is given to you and me is yes and amen in the presence of the നിങ്ങൾക്ക് Lord. സംശയമുണ്ടെങ്കിൽ ഭവനത്തിൽ പോയി എബ്രായർക്ക് എഴുതിയ ലേഖനം 10:23 വായിച്ചാൽ കാണാം. അതിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമായിട്ട് all the promise have been yes and amen എന്ന്. If you have any doubt about it, get back home, read the Bible from Hebrews chapter 10 verse 23. What does it say about your promises? അപ്പോൾ തന്നെ മത്തായി സുവിശേഷം 24:35 ഇപ്രകാരം പറയുന്നു, ആകാശം മാറിയാലും ഭൂമി മാറിയാലും അവന്റെ ഒരു വാഗ്ദത്തം പോലും നീങ്ങി പോകത്തില്ല എന്ന്. Similarly, Matthew chapter 24 verse 35 says that even if anything on this earth moves away, but his word will never change. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. If that is the case, I would like to ask you something. 5467 വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത് ഹല്ലേലൂയ ഉറപ്പിച്ച് പ്രിപ്പയർ ചെയ്ത് ഹല്ലേലൂയ ഒരുക്കിയിരിക്കുകയാണ് എങ്കിൽ അതിനു വേണ്ടി ഹല്ലേലൂയ നമ്മൾ കൈകാലിട്ടിരിക്കേണ്ട ആവശ്യം എന്ത്? So if it is a case that 5467 promises are kept for you and me, why do we need to struggle to receive it? ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഈ പ്രോമിസുകൾ നിങ്ങൾക്ക് തരാം എന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടത്രേ മനുഷ്യനെ ഉണ്ടാക്കിയതെന്ന് വചനം കാണിക്കുന്നു. Hallelujah. He did not say that I will give it to you, but he prepared it before even you've been created on this universe. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ഒറ്റ കാര്യം മാത്രമേ ഇനി ശേഷിക്കുവാനുള്ളൂ. അത് ആ ഭവനത്തിലേക്ക് അവന്റെ മടക്കി വരവ് നമ്മളെ കൂട്ടുന്നത് മാത്രമേ. There's only one thing that is existing to be completed, that's his returning back and taking us back with him to the real house that he has prepared for us. Hallelujah. Hallelujah. ഈ ഭൂമിയിൽ എനിക്കും നിനക്കും വേണ്ടത് സകലതും അവൻ നിവൃത്തിയാക്കി കഴിഞ്ഞു അത്രേ. Whatever we require on this earth, he had completed and established already. അതുകൊണ്ട് അത്ര വചനത്തിൽ കാണുന്നത് ഹല്ല പെറ്റമ്മയുടെ ഉദരത്തിൽ ഉരുകാവുന്നതിന് മുന്നേ നമ്മെ അവൻ പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. We read it in the scripture that before even you were created in the womb of your mother, he had called you by your name. Hallelujah. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, so what do we need to understand from this? ഈ 5467 പ്രോമിസുകൾ ഇതിൽ എഴുതിയിരിക്കുന്നു എങ്കിൽ, if these promises 5467 promises are written for you and me, ഇത് ലോകക്കാർക്കുള്ളതല്ലത്രേ, ദൈവ മക്കൾക്കുള്ളതത്രേ. it is not for the people who are not believing or people who are in the world, but it is for the children of God. അതെ ദൈവ പൈതലേ, ഇത് ലോകക്കാർക്കുള്ളതല്ല,
ദൈവ മക്കൾക്കുള്ളതത്രേ. It's not for the children, the world. It's for the children of God. We can emphasize on that. നിങ്ങൾ യഥാർത്ഥമായും ഒരു ദൈവ പൈതലാണ് എങ്കിൽ If you- നിങ്ങൾ ഇതിന് അവകാശികൾ തന്നെ അത്രേ. If you were a real child of God, you are getting into the promise that you will receive it. അത് ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ പറ്റത്തില്ല. No one can take it away from you. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം എന്റെ ഹല്ലേലൂയ തലമുറയായിട്ട് വേറൊരു അനുഗ്രഹം ഉണ്ട് എന്ന്. You might be saying that my generations after generation there are some blessings out there already. അതെ, ശരിയാണ്. ആ തലമുറയായിട്ടുള്ള അനുഗ്രഹം നിനക്ക് മാത്രമുള്ളതല്ല, നിന്റെ സിബ്ലിങ്സിനും കൂടെ വായിക്കാനുള്ളതാ. Yeah, those generations that you're talking about, it's not only for you, maybe for your siblings as well. ഇല്ലെങ്കിൽ അവർ കൊണ്ട് അടുത്ത ദിവസം കേസ് കൊടുക്കും. If that doesn't happen, your siblings may go against you. നിസാരം പറഞ്ഞ നിന്റെ ഫാദറിന് ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് നിനക്ക് മാത്രം തന്നാൽ നിന്റെ അടുത്ത ഹല്ലേലൂയ സഹോദരങ്ങൾ ഉടനെ കേസുമായി ഇറങ്ങാൻ തുടങ്ങും. If your father's inheritance just maybe a 10 cent of land is just given to you, it might be a problem for your brother and he will go against you. എന്നാൽ എന്നെയും നിന്നെയും വിളിച്ച് വേർതിരിച്ച് നമ്മുടെ പിതാവാം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഒന്നിനും കുറവില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Hallelujah. But we need to understand something, that the one who called you, selected you from many and separated you from many, he is lacking nothing in his treasures. അതുകൊണ്ടത്തെ ദൈവവചനം ഇപ്രകാരം പറയുന്നത്, തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. Hallelujah. So he is more than rich. He is rich enough to give anyone who's calling his name, anybody who's calling by his name and asking for the riches that he has got. അപ്പോൾ തന്നെ വചന വാഗ്ദത്തം ഇപ്രകാരം ചെയ്യുന്നു, ഞാൻ നൽകുന്നത് എടുത്തു കളയുവാൻ ഈ ലോകത്തിലോ വരുവാനിരിക്കുന്ന ലോകത്തിലോ ഒരുവന് പോലും കഴിയത്തില്ല. But at the same time the scripture is giving us the assurance that whatever he is giving, the creator giving it to us, no one from this world or the coming world can take it away from you. നിന്റെ സഹോദരങ്ങളായിക്കോട്ടെ, മാതാപിതാക്കളുടെ വൈഫായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ദൈവം തരുന്നതിനെ നീക്കി മാറ്റുവാൻ അവർക്ക് ആർക്കും കഴിയത്തില്ല. It may be your siblings or your parents or your own wife or husband. If God has gifted you something, nobody can take it away from you. ശമ്പളം കിട്ടി വീട്ടിൽ വരുന്ന ആ ദിവസം തന്നെ ഹല്ലേലൂയ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ഭാര്യമാർക്ക് പോലും അത് കഴിയത്തില്ല. So the day that you receive your salary, get back home, your wife might be taking the salary from your pocket, and those wives are not able to take the promises God has kept for you. ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്ത് വെറുതെ ഇരിക്കുന്ന ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ മാസാവസാനം ബാങ്കിന്റെ കോഡ് നമ്പർ ചോദിക്കുന്ന ഒരു തലവല്ലത്ര ദൈവിക മണ്ഡലം. It is not a spiritual level, that it's not a kingdom of God that it will ask you for the pin code at the end of the month when you're tired and exhausted working all throughout the month. It is completely different. നിനക്ക് വേണ്ടി ഒരുക്കിയത് നിനക്ക് വേണ്ടി മാത്രമുള്ളതത്രേ. If it is prepared for you, if it is for you, it is for you alone. അതും വെറുതെ അല്ല ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്റെ അധ്വാന ഫലം കൊണ്ടല്ല, അവന്റെ കൃപയാൽ നൽകപ്പെട്ടതാണ്. It is nothing other than his grace that given to you. It is not your hard work. It's not your hardened thing that you are acquiring from this. It is nothing but the grace of the Lord. അതെ, ദൈവ പൈതലേ, ഈ ദിവസങ്ങൾ അവൻ ഒരുക്കിയത് സകലതും നിങ്ങൾ പ്രാപിക്കുന്നവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. So the Spirit of the Lord wants you to receive whatever he had prepared for you, whatever he had kept for you. It is a plan of the Spirit of the അവൻ Lord. ഒരുക്കിയത് ഒന്നും ചീത്തക്കല്ലത്രേ, സകലതും നന്മയ്ക്കത്രേ. Amen. It's nothing for your destruction. It is for restoring you and rebuilding you. ഇന്നത്തെ ഹല്ലേലൂയ നമുക്ക് ചിന്തിക്കേണ്ട ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം 26, 27, 28 വാക്യത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ So for today's ശ്രദ്ധിക്കാം. meditation, let us turn to Genesis chapter 1 verse 26 onwards. ഞാൻ പറഞ്ഞു, ഇത് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല. ഇത് വരുന്ന അടുത്ത കുറച്ച് ദിവസങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യും ദൈവകൃപയിൽ. As I mentioned earlier, that it's not possible for you to complete this message straight away, but we will be continuing this message in coming days as well. 26-ാം വാക്യത്തിൽ പിതാവാം ദൈവം ഇപ്രകാരം പറയുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. Let us read Genesis chapter 1 verse 26 like this. And God said, let us make man in our image, after our likeness,
and let them have dominion over the fish of the sea, and over the fowl of the air, and over the cattle, and over the earth, and over every creeping thing that creepeth upon the earth. പ്രിയ ദൈവ പൈതലേ, ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഒരു കാര്യം ഓർക്കണം. So when we are reading this word of God, you need to very carefully listening this. നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ വളരുന്നതിന് അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നെട്ടോട്ട് ഓടുന്നവരാണ്. As we are being the parents on this earth, as our children growing on this earth, we will be running around to fulfill their needs on this earth. ഒരു പെങ്കൊച്ചുണ്ടായാൽ ഉടനെ നമ്മൾ പ്ലാൻ ചെയ്യും, ഇത്ര വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിച്ച് അയക്കണം, അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുവാനുള്ള ഓട്ടമാണ്. പിന്നെ So if you have a girl child being born, then you will start thinking when she needs to get married, how much money that I need to save for that, and how I'm going to give a good life for her. ഒരു ആൺകുഞ്ഞാണെങ്കിൽ പിറന്നു വീഴുന്നതിന് മുന്നേ അതിനു വേണ്ട സൈക്കിളും ബൈക്കിന്റെ ഒക്കെ മോഡൽ നോക്കാൻ തുടങ്ങും. If it is a boy child, then before even the child was born, we will start looking for the good model of the cycle or the scooter or the cars on whatever the toys that they can play അത് with. ലിമിറ്റേഷൻ ഉള്ള നിന്റെ മാതാപിതാക്കളുള്ള നിലവാരമാണ്. That is the limitation, the standard of the parents that who have got limitation. എന്നാൽ ഒരു ലിമിറ്റേഷനും ഇല്ലാത്ത സ്വർഗീയ പിതാവ് നിന്നെ ഉണ്ടാക്കുന്നതിന്, നിന്നെ സൃഷ്ടിക്കുന്നതിന് മുന്നേ സകലതും നിനക്ക് വേണ്ടി ഒരുക്കിയവനത്രേ. So but the God Almighty, who has got no limitation, before even he created you on this earth, he had prepared everything that you required to live on this earth. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തൊട്ട് താഴേക്ക് 26 വരെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. So the same chapter, Genesis chapter 1, when you read until the 1 verse to 26, you will see how the creation was happened. ശൂന്യമായ കിടന്ന മേഖലകളിൽ നിന്നോട്ട് പണി തുടങ്ങിയതാ ഒരുവൻ. Amen. The one who has started creating things from everything was void and empty. അവൻ ഒന്നിനു മീതെ പണിയുന്നവനല്ല, അവൻ ശൂന്യതയിൽ നിന്ന് പണി തുടങ്ങുന്ന ഒരു കർത്താവ്. He is a God who can build from everything that is null and void, but he is a creator that he can bring it up from. നീ ഇന്നൊരു ശൂന്യത അനുഭവിക്കുന്നുവെങ്കിൽ ആ ശൂന്യതയ്ക്ക് മേലെ പണിയുന്ന ഒരു കർത്താവിനെ എത്ര നമ്മൾ ആരാധിക്കുന്നത്. Yes Lord. We are worshipping a God who can create anything from the nullness and the emptiness. പലരും നിനക്ക് ഉള്ളതിനു മേലെ പണിയുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നിന്റെ ഇല്ലായ്മയെ ഉള്ളതുപോലെ വേർതിരിക്കുന്നവനത്രേ. Many of them that who we are approaching, they would say what you have, from there we will build it. But the God, the Almighty, he is able to build from anything that is not available. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്, ദൈവം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. As we read earlier, that he said that we would make man in his own image and after his own likeness. പ്രിയ ദൈവമേ, നിന്റെ സ്വഭാവം നിന്റെ കൂട്ടാളിക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, പക്ഷേ ദൈവം ബെസ്റ്റായി തന്നെ അത്ര നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. You know, your partner may not be liking your behavior, but God has created you as best as possible. ഒരുപക്ഷെ നിന്റെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും പറഞ്ഞു കാണുമായിരിക്കാം, നിന്നെക്കാളും ബെസ്റ്റ് ലുക്ക് ഹാൻസം ബോയ് ആണ് അത് എന്ന്. പക്ഷേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അവൻ അവന്റെ സ്വരൂപത്തിൽ തന്നെ അത്രേ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. Your girlfriend or boyfriend might have commented like this, I've got somebody who is better looking or the handsome than you, but God has created you in his own image, so you are the best ever possible. അതെ ദൈവപൈതലേ, നിന്റെ സൗന്ദര്യം കാരണം വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ അല്ല നമ്മുടെ ദൈവം. അവൻ ആദിയിൽ ഹല്ലേലൂയ നിന്നെ സൃഷ്ടിച്ചുവെങ്കിൽ അന്തിയോളം വഴി നടത്തുവാൻ മതിയായവനെ നീ പകൽക്കാലം വേർതിരിച്ചറിയുക. He is not a God who can leave you at the halfway through. He is a God who created you the best way, the God who created you the better way, and he will never leave you nor forsake you, leave you halfway through. Hallelujah. Hallelujah. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദ്യമേ തന്നെ അവനോട് പറഞ്ഞ ഒരു കാര്യമാണ്, ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ സൃഷ്ടിച്ച മറ്റ് എല്ലാത്തിനുമേലും വാഴുക എന്ന്. God created the human on this earth. Just after the creation, he said to them to have dominion over everything that he created on this earth. Hallelujah. Hallelujah. അവിടെ ഇപ്രകാരം പറയുന്നു, സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും
ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന്. So it says like this, let them have dominion over the fish of the sea, over the fowl of air, and over the cattle, and over all the earth, and over every creeping thing that creepeth upon the earth. എന്തുവാ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം? മത്സ്യത്തിന് മേലെ വാഴാൻ പറഞ്ഞ വെള്ളത്തിൽ കിടക്കുന്ന ഒരു മത്സ്യത്തിന് മേലെ വാഴേണ്ട ആവശ്യമുണ്ടോ? Is it needed that somebody to be taking dominion over the fish? Fish is living under the water, so do we really need to control the fish? എന്താണ് ഇതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള തലത്തിലുള്ള നമുക്ക് ചിന്തിക്കാം. So when we think about spiritually, what does that mean? ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സകലത്തിനു മേലും ഒരു ഡിമോണിക് പവർ ഉണ്ട് എന്നത്രേ ഇത് കാണിക്കുന്നത്. When God created something on this earth, there was another power was controlling over every creation of this earth. അതുകൊണ്ട് തന്നെയത്രേ ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ഒരു രൂപവും ഒരു ബിംബവും ഉണ്ടാക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്, നിങ്ങൾക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, യഹോവയാം ദൈവം തന്നെയെന്ന്. Amen. That is why he specifically said that do not create the idols or images of anything on this earth. You have only one God to worship, and it's none other than God Almighty. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പെറ്റമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മളെ പേർ ചൊല്ലി വിളിച്ചവനാണ് നമ്മുടെ ദൈവം. So we said already that he's the one who called your name, whatever the name you've been called right now. This name was called even before you were created in the mother's womb. നിങ്ങളുടെ പാസ്റ്റും ഫ്യൂച്ചറും അറിയാവുന്ന ഒരുവനാത്രേ നമ്മുടെ കർത്താവ്. So God who knows your past and future and your present. ദൈവത്തിന് അറിയാമായിരുന്നു വ്യക്തമായിട്ട് ചിലരൊക്കെ സ്വർഗത്തിൽ നിന്ന് വെട്ടി ഭൂമിയിലേക്ക് വിടേണ്ട ആവശ്യമുണ്ട് എന്ന്. When that creation was happening as well, even before that he knew that there would be somebody who will arise amongst the heavenly beings, and he has to be sent down to this earth. അതേ ദൈവ പൈതലേ, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ ചില ദൂതന്മാരെ ദൈവം വെട്ടി ഭൂമിയിൽ വീഴിച്ചു. അവർ വീണത് ഈ ഭൂമിയിലാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല ചരാചരത്തിനു മേലും അവർക്ക് ഒരു ഹല്ലേലൂയ ഒരു അധികാരത്തിന്റെ ഒരു മേഖലയുണ്ട് എന്ന് ഇത് കാണിക്കുന്നു. So when they have been sent down from heaven to this earth, when they were been taking the pride over the godliness, and that is where they have been sent down to this earth, they have been thrown out from the heaven to the earth. After coming to this earth, they started taking power over everything that was created by God. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത് ഈ ലോകത്തിന്റെ അധികാരി എന്ന് പിശാചിനെ വിശേഷിപ്പിക്കുന്നത്. And that is why the scripture says that Satan is the master of this world. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ഉടനെ തന്നെ ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദത്തമാണ് ഈ സകല മേഖലകൾക്ക് മേലും വാഴുവാനുള്ള ഒരു അധികാരം. Amen. But again, after the creation, God had given the authority to the human being to be having the dominion over every creation that God created. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ കടന്നു വരുന്ന ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ പതറേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. So when you are listening this message, you need to think, when you are facing the problems, little problems, maybe big problems, do we need to be stumbled when you are having the situations in our life? ദൈവം എന്റെയും നിന്റെ കരത്തിലത്രേ അധികാരം നൽകിയിരിക്കുന്നത്. Because the God had given us the authority as children of God. He had given us the authority to dominion over everything. ഈ അധികാരം നമ്മൾ ഉപയോഗിക്കുന്ന തലത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. So what we need to do, as knowing that we have got the authority, we need to start to growing up in that level of taking that authority over everything. ഞാൻ പറഞ്ഞു, അത് അവർക്കും ഒരു ഹല്ലേലൂയ ഒരു പവർ ഉണ്ട്. എന്നാൽ ആ പവറിനെ അതിജീവിക്കുന്ന ഒരു അത്യന്ത പദവി അത്രേ എനിക്കും നിനക്കും ദൈവം നൽകിയിരിക്കുന്നത്. We said that when the heavenly beings have been sent down from heaven to earth, as you know, the demons or the Satan, whatever the names we call, they would take the power over the creation of the earth. But the power and the authority that God had given to us is greater than any other powers that is existing in this world. Hallelujah. 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 Amen. നിങ്ങളും ഞാനും കരഞ്ഞ് ഒരു മൂലയിൽ ഇരിക്കുവാൻ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. Hallelujah. ജയാളിയായി നടപ്പാൻ തന്നെയത്രേ.
He did not call us or separate us from many, not to be crying and weeping all the time, being in a depression. No, that's not the reason that He separated us. He called us to be victorious on this earth, having dominion over everything and having successful life on this earth. അപ്പോൾ തന്നെ പ്രിയ ദൈവത്തിലെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ, ഈഗോ മനുഷ്യന് ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലുള്ള ഒരു സമയമാണ്. But in this current era, that we can see a lot of egos going on. ചിലര് പറയും, ഓ എൻ്റെ ഭാര്യയുടെ ഇപ്പം വിശേഷിച്ച് ഇന്ന് ഹല്ലേലൂയ ഇവിടെ ഈ UK-യിലുള്ള ഭൂരിപക്ഷം ആളുകളും ഒറിജിനൽ UK-യിലുള്ള ആളുകൾ പലരും ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പല രാജ്യങ്ങളിലേക്ക് പോകുന്നു, എന്നാൽ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അവർ ഇങ്ങോട്ട് കടന്നു വരുന്നു. There are many people going and migrating from here to other countries, and from other nations people are coming into UK as well. ഒരു കാലത്തെന്നല്ല ഇപ്പോഴും ഇന്ത്യൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആദ്യം കടന്നു വരുന്ന ഇന്ത്യക്കാരുടെ കാലഘട്ടങ്ങളിൽ പലരും ആത്മഹത്യയിലേക്കും മറ്റു പല കുടുംബ വിഷയങ്ങളിലേക്കും പല മേഖലകൾ കടക്കുകയുണ്ടായി. Initially when we came in that time, we knew that there are many Indians who came from India to UK. They were going through the troubles and problems, and they were getting into the self-harm, suicidal, and the separations and family conflict and things like that. പല അനേക കുടുംബ വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. As we have got involved with the many family issues, എല്ലാത്തിന്റെയും മൂല കാരണം എന്ന് പറയുന്നത് ഈഗോയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. When you are really go in depth to know that what is the cause of the conflict or the family issues, we would get to know that the human egos are the main problem. ഒന്നുകിൽ ഭാര്യ കൂടുതൽ സമ്പാദിക്കുന്നു എന്നുള്ളത് ഒരു ഈഗോയായി മാറുന്നു. There's another professional egos that we say, that some people just get into the egos that when her wife is earning more than husband. ഇല്ലെങ്കിൽ ഒരു കൂട്ടർ പറയും എൻ്റെ ഹസ്ബൻഡ് കൂടുതൽ സമ്പാദിക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. There's another problem that we have seen, that the husbands are earning more than the wife, and that will become as another professional pride. ചില ഭവനങ്ങളിലെ വിഷയം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് രണ്ടു നേരം ഹസ്ബൻഡ് ഫീഡ് ചെയ്തു, ഭാര്യ ഫീഡ് ചെയ്തില്ല, അതൊരു കാര്യം. Some families had a problem that husbands are feeding the children more than wife. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ട് എന്ന് വചനം വ്യക്തമായി പറയുന്നു. We know that God, when He created the humans, He created them as man and woman. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ അത് വ്യക്തമായി എടുത്തു പറയുന്നു. So in the book of Genesis, chapter 1 verse 27 clearly talks about it. ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന്. Let's read that part. Genesis chapter 1 verse 27 say, so God created man in His own image. In the image of God created He him. Male and female created He them. Hallelujah. Hallelujah. ആണിനും പെണ്ണിനും ദൈവസന്നിധിയിൽ വല്ല വ്യത്യാസമുണ്ടോ? In the presence of the Lord, is there any discrimination of male or female? ദൈവം ആണും പെണ്ണുമായി തന്നെ എത്രയും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. God had created them as male and female. That is no doubt about it. ദൈവം ശുദ്ധീകരിച്ചതിനെ അഴുക്കെന്ന് പറയുവാൻ ആർക്കും വയ്യ. If God had created them, purified them, prepared them and appointed them to be on this earth, who can say something bad against them? പല പുരുഷന്മാരും ഇപ്രകാരം പറഞ്ഞു കേട്ടിട്ടുണ്ട്. Many men are saying like this. ഓ അവൻ അവള് പെണ്ണല്ലേ, ആ പെണ്ണിന്റെ സ്ഥലത്തിരുന്നാ മതി എന്ന്. Many men are saying that the female they are women and they should be staying in that level of women. കാരണം അവളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ ഭാര്യയല്ലിൽ നിന്നെന്ന്. Men always talk about and boast about it, that the women are created from the rib of a man. എന്നാൽ അത് ദൈവത്താൽ സംഭവിച്ചു എന്നുള്ള വസ്തുത നമ്മൾ The more than that, it was done by the Lord Almighty. പല ഭവനങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ വിഷയം എന്ന് ചോദിച്ചാൽ ഭാര്യയുടെ വിസയിൽ കടന്നു വന്നതത്രേ അവിടെ ഒരു വിഷയം. So many places when we went to sort out, that we had seen that there was a problem that her husband had come to this country as a dependent of a wife's visa. അപ്പോൾ ഭാര്യ ഒരു ഡൊമിനിയൻ പവർ എടുക്കുകയാണ് ഭർത്താവിന് മുകളിൽ. So there is a dominion over the husband, and that normally happens.
പ്രിയ ദൈവപൈതലേ, നിങ്ങളെ ഒരുമിച്ചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. But whatever dominion or whatever things that you are thinking or going through, if God had put you together, He has a plan about നിങ്ങൾ it. രണ്ടുപേരും ഒരേ തലത്തിൽ സഞ്ചരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ വള്ളം മുങ്ങുക തന്നെ ചെയ്യും. If you both are not, riding the boat in the right direction, in the right way, your boat is going to sink. നിന്റെ ഭാര്യ പൈസ ഉണ്ടാക്കിക്കോട്ടെ, ഭർത്താവ് പൈസ ഉണ്ടാക്കിക്കോട്ടെ, ഇത് രണ്ടും ഒന്നിച്ചു വരുമ്പോഴത്രേ അവിടെ ഒരു ജീവിതം ആരംഭിക്കുന്നത്. Whether or not your wife makes more or husband makes more money, when you are coming together in a harmony as a husband and wife, partners, husband and wife, whatever you call it as. പ്രിയ ദൈവപൈതലേ, നീ ഭാര്യയെ ഒഴിവാക്കിയിട്ട് നീ എന്തൊക്കെ നീ ചെയ്താലും അതിൽ ഒരു പൂർത്തീകരണം സംഭവിക്കുന്നില്ലത്രേ. So if you are avoiding your partner or a wife and you're doing so many things in the world, it's not getting into completion because He put you both together in oneness, and that is His plan and purpose. നീ ഒരു പക്ഷേ ഹല്ലേലൂയ ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന ഒരു കുടുംബിനിയായിരിക്കാം, പക്ഷേ നിന്റെ ഭർത്താവ് എന്ന തലയ്ക്ക് താഴ്പ്പെട്ടിരുന്നില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കത്തേയില്ല. You might be earning millions of money as a wife, but if you are not submissive under your head is your husband. If you are not being submissive for your husband or your partner, then you will never be flourished in your life. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, രണ്ട് സമാന്തര ചിന്തകളിലൂടെ ഇല്ലെങ്കിൽ ഹല്ലേലൂയ സമാന്തര തലത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. So if you really want to receive your promises, if you really want to accept or achieve your blessings, you need to come in unity and start thinking in the similar way, going in the right direction together, how He has put you together. ദൈവം പദ്ധതിയിട്ട് യോജിപ്പിച്ചത് വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയ ഒരു യോനയുടെ കാര്യം നിങ്ങൾ ഓർക്കണം. So we know about the story of Jonah, but God's purpose was different on him, but he said no to the voice of the Lord and ran away from God. നിങ്ങളുടെ ജീവിതം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുവാനുള്ളതല്ലത്രേ, പുറത്തു വന്ന അനേകർക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതത്രേ. Your life is not going to be inside the belly of a fish or spend there and just finish it off there. No, you're supposed to be used for many in the nation. ദൈവവചനം അനുസരിക്കുന്നവരായി തീരണം. So what we need to be obedient to accept the word of God and practice that in our life. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ 5467 ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകൂ. So if you are ready to do or accept that, what we are hearing or listening the voice of the Lord, if you are ready to accept that, you will receive at least one out of 5467 promises that kept in the word of കാരണം God. ഞാൻ പറഞ്ഞു ഈ 5467 ദൈവ പ്രോമിസുകൾ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ലോകക്കാർക്കുള്ളതല്ലത്രേ, ദൈവ മക്കൾക്കുള്ളതത്രേ. So these promises we are talking about 5467. It's not for the people from the world, it is for the people of God. ഇല്ലെങ്കിൽ നിങ്ങൾ കരയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ലത്രേ. And if you're not ready to listen the voice of the Lord or ready to practice the word of God, there's no point you're crying about, oh, I haven't received that, I'm not getting my blessing, I'm not getting my promises completed. വീണ്ടും നമുക്ക് നമ്മുടെ ഹല്ലേലൂയ സബ്ജക്റ്റിലേക്ക് മടങ്ങി പെട്ടെന്ന് വരാം. Let us turn back to our message today. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഹല്ലേലൂയ ആകാശത്തിന് കീഴെ സൃഷ്ടിതമായ സകലത്തിനുമേലും ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു എന്ന്. Again he said that whatever he created under the sky and on the earth, he had given the authority to the human, the creation of the Lord, to dominion over them. അത് വിശ്വാസത്താൽ നമുക്ക് സാധ്യമാകുന്നത്. So it can only be done by the trust in the Lord and the belief in the Lord. അപ്പോൾ ദൈവവാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിപ്പാനില്ല പ്രാവർത്തികമാകുവാനുള്ള ഏറ്റവും ആദ്യത്തെ കീ വാക്ക് എന്തെന്ന് ചോദിച്ചാൽ അത് വിശ്വാസമത്രേ. So the first key that we need to receive the promises of the Lord in our life is that to improve our belief in the Lord or be in faith. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം അതല്ലല്ലോ ആദ്യം പറഞ്ഞത് എന്ന്. You might be asking that was not the thing that you said first time. എന്തുകൊണ്ടാണ് വിശ്വാസം ഏറ്റവും ആദ്യമായി എന്ന് ഞാൻ പറയുന്നത്? Why am I saying that the faith is more important in here? ദൈവം ഒരുക്കിയിരിക്കുന്ന യാഥാവസ്തുതയെ നമുക്ക് മനസ്സിലാക്കി സ്വീകരിക്കണമെങ്കിൽ അത് വിശ്വാസത്തിലൂടെയേ പറ്റത്തുള്ളൂ. So if God has prepared everything, He has kept everything for you, but if you want to receive it, you can only receive it through the faith.
ചിലര് പറയും എനിക്ക് ഇത്രത്തോളം വിശ്വാസമുണ്ട് എന്ന്. Some people say that I've got a huge faith in God. നിങ്ങളുടെ വിശ്വാസം എത്ര വലുത് എന്നല്ല ദൈവം ചോദിക്കുന്നത്. God is not asking you how massive is your faith. നിങ്ങൾ ഹല്ലേലൂയ പത്രോസ് വെള്ളത്തിൽ ചാടിയതുപോലെ എത്ര പ്രാവശ്യം വെള്ളത്തിൽ ചാടിയിട്ടുണ്ടെന്നല്ല ദൈവം ചോദിക്കുന്നത്. God is not asking you how many times you jump into the water like Peter. ദൈവം ചോദിക്കുന്നത് കടുക് മണിയോളം സ്ട്രോങ് ആണോ എന്നുള്ളത് അത്ര. God is only asking you how thick is your faith in നിന്റെ God. വിശ്വാസത്തിൽ എത്രത്തോളം നിനക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുമെന്നുള്ളത്. How strong are you in your faith in Lord? എത്ര കൊടുങ്കാറ്റടിച്ചാലും എത്ര ഹല്ലേലൂയ തിരമാല അടിച്ചാലും നീ ഹല്ലേലൂയ വഴുതി പോകാതെ ഉറച്ചു നിൽക്കുന്നവനോ എന്നുള്ളത്. How much more the wind or the waves come into your life, how strong are you to stay in your steadfast love of the Lord and the faith? വലിയ കൊടുങ്കാറ്റും തിരമാലകൾ വന്നിട്ടും കുലുങ്ങാത്ത ഒരുവനെ നമുക്കറിയാം. We know one person who was not able to be stumbled even in the middle of the tempest and the waves. അത് മറ്റാരുമല്ല വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്നെയത്രേ. So he is none other than Abraham, who was the father of faith. കാരണം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 16-17 വാക്കുകൾ നമ്മൾ വായിക്കുകയാണ് എങ്കിൽ, If you read book of Acts chapter 22 verse 16-17, അതിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. അബ്രഹാമിനോട് ദൈവദൂതൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. in we're reading Genesis chapter 22 verse 16 and 16-17, we can see that how the angel was talking to Abraham about his life. നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശം ആക്കും. Amen. Genesis chapter 22 verse 16-17, reading like this: And said, by myself have I sworn, said the Lord, for because thou hast done this thing, and hast not withheld thy son, thine only son, that in blessing I will bless thee, and in multiplying I will multiply thy seed as the stars of the heaven, and as the sand which is upon the seashore, and thy seed shall possess the gate of his enemies. Praise God. ഞാൻ പലപ്പോഴും അബ്രഹാമിനെ ഞാൻ ഗുരുവായി കാണാറുണ്ട് ചില മേഖലകളിൽ. Many times I take Abraham as my master. കാരണം നമ്മളെല്ലാവരും ഇന്ന് ലോകത്ത് വളരെ വിശ്വാസമുള്ളവരാണ്. We all are very much in depth in faith. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. We praying and fasting as well. ഒരു ഞായറാഴ്ച പോലും മുടക്കാതെ ആരാധനയ്ക്ക് പോകുന്നവരാണ്. We are not bunking any of the Sundays. We are in the church. കഴിഞ്ഞ 15 വർഷമായുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചു. Past 15 years they've been praying, and because of the prayer they got gift as a child. എന്നാൽ ദൈവം ആ കുഞ്ഞിനെ കുറിച്ച് ഇല്ല കുഞ്ഞിനെ തരാമോ എന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഓക്കെ കുഞ്ഞിന്റെ കാര്യം വിട്ട് കളയുക. Let's forget about a child, but we will talk about something that has gifted by നിസാരമായിട്ട് God. പലരും പല പാസ്റ്റേഴ്സിനെ വിളിച്ച് ഹല്ലേലൂയ ചോദിച്ച് ബലപ്രയോഗത്തോടെ മേടിച്ചൊരു നല്ല ജോലിയാണ് 4 അക്ക ശമ്പളത്തിന്റെ. Amen. Many people coming to a new nation or new country, pray, calling many pastors and talking to them, asking them for the prophecy and things like that. They got a job that is gifted after the prayers and fasting. ഒരു പ്രാവശ്യം ജോലി കിട്ടി ആദ്യത്തെ ശമ്പളവും പോക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങും. So you are getting into the new job. Once you got into the job, you started getting the salary, then your attitude and the behavior will start changing. പിന്നെ ചർച്ചിലേക്ക് പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പാസ്റ്ററെ ജോലി കാരണം തിരക്കാണ്. But then we ask, do you want to really go to the church? And then say that no. Until then they've been praying and fasting and asking pastors about the message and everything. But now you're asking them, do you really want to go to church? No, I'm busy with the work. 4 അക്ക ശമ്പളം ഉണ്ട്. 4 digits salary they're getting. എന്നാൽ അതിന്റെ വചനപ്രകാരം അതിന്റെ 10% ചർച്ചിലേക്ക് ദൈവവേലയ്ക്ക് കൊടുക്കുവാൻ പറഞ്ഞാൽ അന്നേരം അത് ഞാൻ ജോലി ചെയ്ത പൈസ കൊടുക്കാൻ പറ്റത്തില്ല. But then again you're talking about tithe to be given to the church.
then again you will see another attitude. It's my hard-earned money. It's my money that I earned. I'm not giving it to the church. ഏതെങ്കിലും ഒരു സഹോദരങ്ങൾ നിങ്ങളുടെ കൂട്ടവിശ്വാസി ആവശ്യപ്രകാരം നടക്കുകയാണെങ്കിൽ ആ 2 ആഴ്ച വേണമെങ്കിലും ചർച്ചിലേ വരാതിരിക്കും, അവൻ ചോദിച്ചെങ്കിലോ എന്നോർത്ത്. You know that one of your brother or co-believer is going through a situation of financial condition, then they would stop coming to the church even because I've got money, but if he or she asks me for money, I will not go to church because they might ask for help. പ്രിയ ദൈവപൈതലേ, ഇവിടെയത്രേ അബ്രാഹാം എന്ന ഗുരുവിനെ നമ്മൾ ഓർക്കേണ്ടത്. And this is the place that we need to think about how he was Abraham, being a father. പ്രായാധിക്യത്തിൽ വാഗ്ദത്ത പ്രകാരം ഒരേ ഒരു മകനെ ലഭിച്ചു. In his old age, as promised, he received his son after prayers and fasting. ആ മകനെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ വളർത്തി വലുതാക്കുന്നു. He is bringing him up as the apple of his eye. ഉണ്ടായി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. പക്ഷേ കൺമുന്നിൽ തൻ്റെ ആഗ്രഹപ്രകാരം ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കിയതിന് ശേഷം ദൈവം പറയുക, അവനെ എനിക്ക് വേണ്ടി യാഗമാക്കും. Just put yourself into this situation. If you had a child born, if it's just 1 week later God is asking him to sacrifice that child, it will still be okay. But after you seeing that child, how he is growing in front of your eyes, how you being brought up that child according to your wish and will, and after so many years God is asking that child to be sacrificed for God. 72-75 വയസ്സുള്ളപ്പോഴല്ലേ വാഗ്ദത്തം ലഭിച്ചത്? When he was 75. എന്നാൽ കുഞ്ഞുണ്ടായത് 100 വയസ്സുള്ളപ്പോഴാ. When he was 75. Yes, he was 75 when he had the promise, and then the child came when he was 100. 25 വർഷക്കാലം ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് ലഭിച്ച ഒരു തന്റെ പൊന്നോമന പുത്രൻ. 25 years Abraham waited for that promise to be fulfilled in his life. അതിനെ മടക്കി തരുവാൻ ഒരുവൻ പറഞ്ഞിരിക്കുന്നു. But the same God who had given him that promise asked him to give that child back to him as a sacrifice. സ്വന്തം ഭാര്യയോട് പോലും പറയാതെ, തൻ്റെ കൂടെ വന്ന തൻ്റെ ദാസനെ പോലും അറിയിക്കാതെ മാറ്റി നിർത്തിയിട്ട്, ആ സ്വന്തം വിഷമം സ്വന്തം ഹൃദയത്തിൽ ഒതുക്കിയിട്ട്, എൻ്റെ കർത്താവ് എനിക്ക് 100-ാം വയസ്സിൽ കുഞ്ഞിനെ തരുവാൻ കഴിയുമെങ്കിൽ അവൻ്റെ ചാരത്തിൽ നിന്ന് പോലും ഒരെണ്ണത്തിനെ സൃഷ്ടിക്കുവാൻ കഴിയുന്നവനെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ അതിനെ നൽകുവാൻ തയ്യാറായി. He did not even say anything to his wife. He separated his own servant away from the situation of sacrifice. He did not tell anybody. As God's voice he heard, he took the child up to the mountain for the sacrifice. He knew that the one who had promised me 25 years ago, but he had fulfilled the things in my life, he is able to do it again for me. So he had that confidence in God. ഇന്നത്തെ തലമുറയാണെങ്കിൽ ഒരു 10 ചെയർ മേടിക്കാൻ ചർച്ചിൽ പൈസ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ അത് BBC ന്യൂസ് ആക്കി മാറ്റുന്ന കാലമാണ്. The current situation, the current era, if you ask anything that to the new generation, they'll put it or publicize in the social media and BBC. ഓ, ഞങ്ങളുടെ പാസ്റ്റർ പൈസ ചോദിച്ചു, എന്തിനാ ചെയർ മേടിക്കാൻ? They would say that my pastor asked me money to buy chairs in the church. എന്നാൽ വേണ്ടത് വേണ്ടടുത്ത് മാത്രം പറയണവരായിരിക്കണം ദൈവ പൈതലേ. But we need to have that wisdom, that to talk the things that is required in the right place. അതുകൊണ്ടത്രേ ഹല്ലേലൂയ അബ്രഹാം സാറയോട് പോലും പറയാതെ മകനുമായി പോയത്. And that is why Abraham did not even disclose the sacrifice that he was planning. പറയേണ്ടത് വേണ്ടടുത്ത് പറയാതിരുന്ന ചില അനുഗ്രഹങ്ങൾ തടസ്സമായി വരികയെന്ന് So he did പറയുന്നു. not disclose that to Sarah even. So if you are not opening your mouth in unwanted places, then your blessings will be coming to you. ഹല്ലേലൂയ. Hallelujah. അതുവരെ ഒരു മകനെയാണ് ദൈവം കൊടുത്തിരുന്നത്. Until then he had only one son. എന്നാൽ ആ ഏകജാതനായ ഒരേ ഒരു പുത്രനെ ദൈവത്തിന് മടക്കി കൊടുക്കുവാൻ അവൻ തയ്യാറായപ്പോഴോ, When he was ready to sacrifice that only one son as per the will of the Lord. ഓ, ഒരെണ്ണത്തിനെ കൊടുക്കുവാൻ തയ്യാറായപ്പോൾ ആകാശത്തിലെ ഹല്ലേലൂയ നക്ഷത്രങ്ങളെ പോലെയും കടൽത്തരത്തിലെ മണൽ തരികളെ പോലെയും തലമുറയെ നൽകിയ ഒരു ദൈവം അത്രേ നമ്മുടേത്. He was ready to sacrifice one child, but the God who promised him to give thousands and many as children on this earth, and that has been done already.
ഇത് ചെയ്യുവാൻ ഒരു സാധാരണ വ്യക്തിക്ക് കഴിയത്തില്ലത്രേ. An ordinary person cannot do this. ഇത് ചെയ്യണമെങ്കിൽ ഒരു അസാധാരണമായ വിശ്വാസത്തിന് ഉടമയായിരിക്കണം. So if you really want to do this sort of sacrifice and to listen the voice of the Lord, you need to have an extraordinary faith in the Lord. അതേ ദൈവ പൈതലേ, നിന്റെ വിശ്വാസം വർദ്ധിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ ഇത്. So I pray that coming days let your faith be increased. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചിന്തിക്കുന്നു, അബ്രഹാമിനോട് ആ കുഞ്ഞിനെ മടക്കി തരുവാൻ ചോദിച്ചപ്പോൾ അബ്രഹാം ചിന്തിച്ചത് ഇപ്രകാരമായിരിക്കാം. So when God asked Abraham, I'm thinking like this, that he might have thought like the way that when God was asking him to return the child. ഒന്നുമില്ലാത്തിടത്ത് എൻ്റെ സാറയുടെ ഗർഭപാത്രം പോലും അടഞ്ഞ മേഖലകൾക്ക് മേലെ എനിക്ക് ഒരു കുഞ്ഞിനെ തരുവാൻ കഴിഞ്ഞവൻ, ആ ഒരു കുഞ്ഞിനെ മടക്കി ചോദിച്ചാൽ അതിന് പിന്നിലും ഒരു ദൈവിക മഹത്വമുണ്ടെന്ന് അവൻ കണ്ടിരിക്കാം. Abraham could recognize that God who's able to open the womb of Sarah, and where there was nothing available, no opportunity, no chances for her to get pregnant, the same God is able to do more greater things into my life. എന്തുകൊണ്ടാണ് അബ്രഹാമിന് അപ്രകാരം ചിന്തിക്കുവാൻ കഴിയുന്നത്? Why could Abraham think like that? എല്ലാം അടഞ്ഞിടത്ത് ദൈവം വാതിൽ തുറന്നുവെന്ന് വിശ്വസിച്ചതുകൊണ്ട്. Yeah, he could believe, he could have trust in the Lord, that wherever the doors are shut, God would open a new door for me. അതേ ദൈവ പൈതലേ, ഇന്ന് നമുക്കുള്ളതെല്ലാം അവന്റെ ദാനം എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. So we need to understand whatever we are enjoying and experiencing in our life, nothing but his grace. അത് നിന്റെ കുടുംബ ജീവിതമാകട്ടെ, ജോലിയാകട്ടെ, കാറ്, വീട്, ശുശ്രൂഷ എന്ത് തന്നെയാണോ എങ്കിലും അത് അവന്റെ ദാനം എന്ന് വേർതിരിച്ചറിയണം. Whatever it may be, your life, your parents, your children, your family, your car or your job, your ministry, everything that you're enjoying on this earth is nothing but his grace. നമ്മൾ മടി ഇല്ലാത്തവർ ആയിരിക്കണം ദൈവം എന്ത് ചോദിച്ചാലും. You never get burnt out or exhausted when God asks something to return to him. അതുകൊണ്ട് അത്ര ഞാൻ പലപ്പോഴും പറയുന്നത് ദൈവ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. That's why I always remind you, you need to be hearing the voice of the Lord very carefully. ദൈവം നിന്നിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് പിന്നിൽ ഒരു മഹത്വം ഉണ്ടത്രേ. If God asks you something to give it back, there is a glory behind that. ദൈവത്തിന് കൊടുക്കുവാൻ മടിക്കരുത്. Never be burn out, to never be lazy to give it back to the Lord. അത് നിന്റെ സമയമായിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, ദൈവം ചോദിച്ചാൽ കൊടുക്കുവാൻ തയ്യാറാണ്. Whether it may be your time or your money or your family or your ministry, if God is asking you to give it to him, be ready to do that. നീ കൊടുത്താൽ ദൈവം അത് 30, 60, 100 മേനിയായി മടക്കി തരുമത്രേ. If you give it, he will give it back as 30, 60, 100 folds back as is promised. ദൈവത്തിന് അബ്രഹാം കൊടുക്കുവാൻ തയ്യാറായതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നല്ല പറയുന്നത്, ഐശ്വര്യമായി അനുഗ്രഹിച്ചു എന്നത്രേ. So because Abraham was ready to give it back to the Lord, it doesn't say that God has blessed him, but he had blessed him abundantly. Hallelujah. Hallelujah. നമ്മുടെ ദൈവം വെറും ഒരു അനുഗ്രഹത്തിന്റെ ദൈവമല്ലത്രേ, ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നവനത്രേ. Hallelujah. Our God isn't God just a blessing God. He is a God who can bless you abundantly, more than what you expect. ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാനുള്ള ഏറ്റവും വലിയ കീയത്രേ വിശ്വാസം എന്നുള്ളത്. So remember, for any promises that you're waiting to be fulfilled in your life, the first key that is the faith in your life. രണ്ടാമത്തെ കാര്യം മടി ഇല്ലാത്തവരായിരിക്കുക എന്നുള്ളതത്രേ. The second thing, that never be lazy. നമ്മൾ ദൈവത്തിന് വേണ്ടി മടിയില്ലാത്തവരായിരിക്കണം. Never get tired for God's sake. ദൈവത്തിന് വേണ്ടി മടിച്ചാൽ നിങ്ങൾ ജീവിതത്തിലും പരാജിതരായി തീരും. If you are ever be tired or be lazy for God's sake, you will be tired and you'll be worn out in your life. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നടക്കുന്നവരാണ് എങ്കിലോ, But if you are walking according to the voice of the Lord, നിന്റെ കാര്യത്തിൽ പോക്കറ്റിൽ ഒരു പൈസ പോലും ഇല്ലെങ്കിലും, amen, even if you don't have even a single penny in your pocket, നിനക്ക് യാത്ര ചെയ്യുവാൻ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ പോലും, even you don't have
money to buy a flight ticket. ഓ പരിശുദ്ധാത്മാവ് എന്ന ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നവരായി And തീരുമത്രേ. hallelujah, you will become as a flyer along with the Holy Spirit. ഹല്ലേലൂയ. Hallelujah. ഒരു വാഹനം പോലും ഇല്ലാതെ ഒരു ഫ്ലൈറ്റ് പോലും എടുക്കാതെ സഞ്ചരിച്ച പലരെയും കുറിച്ച് നമുക്കറിയാം. We know many people from the Bible that who do not even have a vehicle to travel, or they just traveled in the Spirit of the Lord. വേണമെങ്കിൽ ഫിലിപ്പോസിനോട് പോയി ചോദിച്ചാൽ മതി, ഫിലിപ്പോസ് വ്യക്തമായി പറയും അതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച്. Just ask Philip what had happened, so he will explain you clearly. ഓ അവിടെ സീറ്റ് പോലും വേണ്ടായിരുന്നു ഫിലിപ്പോസിന് യാത്ര ചെയ്യുവാൻ. He did not even need to book a seat to travel. അവിടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഒരു വിഷയമല്ലായിരുന്നു. He did not have to think about his financial status to ഓ travel. ദൈവ ശബ്ദം കേൾക്കുന്നവരെ, പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ തലങ്ങളെ മാറ്റി എഴുതുവാൻ പോവുകയാണ്. If you are really listening the voice of the Lord, the Spirit is going to move around and change the situations and your circumstances. ഞാൻ പറഞ്ഞു, വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ നമ്മുടെ കർത്താവ് വാക്ക് മാറുന്നവനേ അല്ലത്രേ. I said that the God who's a God who keep his word, he will never change his word. He is a promise keeper. അവൻ നീ ജനിക്കുന്നതിന് മുന്നേ നിന്നെ നോക്കി ഒരു വാഗ്ദത്തം വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ, ലോക സ്ഥാപനത്തിന് മുന്നേ നിന്നെ അവൻ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എങ്കിൽ, ഉറപ്പായി ഞാൻ വ്യക്തമായും പറയട്ടെ, അവന്റെ സകല വാഗ്ദത്തങ്ങളും ആമേൻ യെസ് എന്ന് തന്നെയത്രേ. Amen. Hallelujah. If he has promised you something that even before you were created and you came into this world, it is yes and amen in the presence of the Lord. ഈ പകൽക്കാലം ഞാൻ വ്യക്തമായി പറയട്ടെ, നിന്റെ എങ്ങനെ ഒരു ഭവനം മേടിക്കുമെന്ന് നിങ്ങൾ വ്യാകുലപ്പെടുന്നവരാണ് എങ്കിൽ, ഭവനം നിന്റെ വിഷയമല്ലത്രേ, അത് ദൈവത്തിന്റെ വിഷയമത്രേ. If you're thinking about how do I buy or purchase a house in this country, it is not your problem. Just give it to the Lord and he is able to look after it. ഓ എന്റെ വിസയുടെ കാര്യം എങ്ങനെയായി തീരുമെന്ന് നീ വ്യാകുലപ്പെടുന്നുവെങ്കിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, ഇവിടെ നിന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വാഗ്ദത്തമത്രേ, നീ കാൽ ചവിട്ടുന്ന ദേശം നിനക്ക് അധികാരമായി തരുമെന്ന്. If you're thinking about how you're going to extend your visa to stay in this country, but you know the God who brought you into this nation, he know what you need and require in your life. He is the one who said that wherever you step into, I will make you the master of the nation. അതേ ദൈവമേ, നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ അത്രേ, അവന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താനിരപ്പൻ തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടതിന്. So what you need to do, you just have to submit yourself under the great hand of the Lord. He will lift you up at the right time and the due ആകയാൽ time. പെട്ടെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Can we all stand upon our feet right now? ആ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാം. Can we surrender and be submissive in the presence of the Lord? എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. Can we all pray together? ഓ Open your ഈ mouth and പകൽക്കാലം pray. കേട്ടതുപോലെ എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ എന്ന്. So can you say to the Lord, Lord, as I heard today, let my faith be increased inside of me. ഓ ഏതൊരു മേഖലയിലാണോ എനിക്കൊരു വലിയ വിടുതൽ വേണ്ടത്, ആ മേഖലകളിൽ ഒരു വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന്. Wherever I need a deliverance, Lord, I need my faith be increased. കാരണം എനിക്കൊരു കാര്യം ഈ പകൽക്കാലം ഉറപ്പിച്ചറിയാം. Because I know one thing in Christ. ഓ ഒരുവന്റെ ഹൃദയത്തിൽ തോന്നാത്തതത്രേ അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. He has prepared something that no one has ever consumed in them. ഓ ഒരുവന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതത്രേ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. God has prepared something that no eyes have seen ever. ഓ ഒരുവന്റെ ഹൃദയത്തിൽ പോലും തോന്നാത്ത തലത്തിലത്രേ അവൻ എനിക്ക് വേണ്ടി And ഒരുക്കിയിട്ടുള്ളത്. what God has prepared for me, what no one has consumed in their heart. ഓ ലോകം പദ്ധതിയിട്ടതല്ലത്രേ ദൈവം എന്നിലൂടെ പദ്ധതിയിട്ടിരിക്കുന്നത്. No, the world is proposing me to do something, but God has proposed everything for ഓ me. അവൻ പ്രോമിസ് ചെയ്ത 5467 ഹല്ലേലൂയ പ്രോമിസുകൾക്കും ഞാൻ അവകാശി എന്ന് ഞാൻ And വേർതിരിച്ചറിയുന്നു. also, Lord, I know that what you have promised me, that 5467 promises, they are mine and I'm taking അത് authority over it. ഒന്നുപോലും ജാതികൾക്ക് അവകാശപ്പെട്ടതല്ലത്രേ, ദൈവ മക്കൾക്കുള്ളതത്രേ. It's not for the world, it is for me and for the children of God. ഞാനും എന്റെ തലമുറയും അത് അനുഭവിക്കുക തന്നെ ചെയ്യുമത്രേ. Me and my generation will experience the promises of the Lord. ഒരു രോഗത്തിനും എന്നെ തകർക്കുവാൻ കഴിയത്തില്ലത്രേ. No diseases, no sickness can take it away. അവന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചതത്രേ. I have been healed by the stripes of the Lord. ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്കും എന്നെ മറിക്കുവാൻ കഴിയത്തില്ലത്രേ. No recession can take my life away. കാരണം അവൻ സ്വർഗീയ കവാടം തുറന്നെ അനുഗ്രഹിച്ചിരിക്കുകയത്രേ ചെയ്തിരിക്കുന്നത്. Because the Lord has blessed me, opened the doors of the heaven
abundantly and I receive it. ഓ പിശാച് പദ്ധതിയിട്ടിരിക്കുന്ന ഓരോ കുഴിയിലും ഞാൻ താഴുന്നവനല്ല താഴെ, കാരണം എന്റെ മുന്നിൽ ദൈവദൂതന്മാർ പോയിരിക്കുകയത്രേ. Amen. Whatever the plans of the darkness will never, hallelujah, prevail against me, because the angels have been sent before me wherever I go and whatever I do. പ്രിയ പിതാവേ, ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോ ദൈവബന്ധ ജീവിതത്തില് Lord Almighty, all those who are hearing me this morning, ഓ ഈ ദിവസങ്ങളിൽ അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. I pray that their faith be increased in the name of the Jesus ഓ Christ. അവർ ഈ പകൽക്കാലം ഏതൊരു ആവശ്യത്തിന് മേലാണ് വായിരിക്കുന്നത്, അത് സ്വർഗീയ കവാടം തുറക്കപ്പെടുന്ന പകൽക്കാലമായി തീരട്ടെ. And I pray that, Lord, whatever the need they are right now, let the doors of the heaven be opened for them. ഓ അവർക്ക് മുന്നേയും പിന്നെയും ഇടതും വലതും ദൈവദൂതന്മാർ സഞ്ചരിക്കുന്ന തിരുവചന പ്രകാരം സംഭവിക്കട്ടെ. And I pray that, Lord, as you promise, you will send before and after, left and the right side of them. The angels will go before them and take control of everything that they do. ദൈവവചനം പ്രോമിസ് ചെയ്തതുപോലെ ആണും പെണ്ണുമായി ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ As God is created male and female on this earth, ഓ ഒരു യൂണിറ്റി ഉളവപ്പെടുമാറാകട്ടെ. let there be a unity coming in place. അതേ ദൈവമേ, ഈ പകൽക്കാലം നിന്റെ ദൈവജനത്തിന് മേലെ ഒരു യൂണിറ്റി ഉളവപ്പെടുമാറാകട്ടെ. And I pray that, Lord, let there be a unity come in place in the midst of the congregation, in the midst of the children of God. അവിടുന്ന് ഒരുക്കിയിരിക്കുന്നത് കാണുവാൻ ഇവരുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടുമാറാകട്ടെ. Lord, I pray that let their heart, inner eyes be open to see what God has prepared for them. അബ്രഹാമിന് നൽകിയ വാഗ്ദത്ത പ്രകാരം തലമുറ അനുഗ്രഹം പ്രാപിക്കട്ടെ. And I pray, Lord, as you given the promise to Abraham, generations after generations be blessed in the name of